പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ ഈ അന്തർദേശീയ വിഷയങ്ങൾ ഒരുപാട് ഈ പലവിധമായ സംഘർഷങ്ങളിലൊക്കെ പെട്ടുകിടക്കുകയാണ് നമ്മുടെ ലോകം. പക്ഷേ എങ്കിലും ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതും എല്ലാവരും ഈ ആശങ്കയോടെയൊക്കെ നോക്കുന്നതും ഈ തായ്ലൻഡ് കംബോഡിയ സംഘർഷമാണ്. ഈ തായ്ലൻഡ് കംബോഡിയ സംഘർഷത്തിന് നൂറ്റാണ്ടുകളുടെയൊക്കെ പഴക്കമുണ്ടെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് ഉടലെടുത്ത ഈ സംഘർഷത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. ഇതുവരെ 32 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഇരു രാജ്യങ്ങളോടും UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. UN സുരക്ഷാ കൗൺസിൽ ഇന്ന് അടിയന്തര യോഗവും ചേരും. ആതിര സരസ്വതാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്. ആതിര, ഗുഡ് മോർണിംഗ്. ഈ UN കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യോഗം ചേർന്നിരുന്നു. ഒപ്പം തന്നെ ഈ സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമത്തിന് US-ഉം ചൈനയും മലേഷ്യയും ഒക്കെ ഈ താല്പര്യം അറിയിച്ചിട്ടുമുണ്ട്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഏതെങ്കിലും തരത്തിൽ എനിക്ക് തോന്നുന്നു പല സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പോൾ പട്ടാള നിയമമൊക്കെ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന്. ഏതെങ്കിലും രീതിയിലൊരു സമവായ സാധ്യത ഉരുത്തിരിയുന്നുണ്ടോ? തീർച്ചയായും സേതു പറഞ്ഞതുപോലെ തന്നെ നൂറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. 817 കിലോമീറ്ററാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കര അതിർത്തി നേരിടുന്നത്. ഇതിന്റെ പേരിലാണ് വർഷങ്ങളായി തന്നെ സംഘർഷം നടക്കുന്നത്. 2011 തന്നെ വലിയ യുദ്ധസമാനമായ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നും 28ഓളം പേരൊക്കെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. എന്നാൽ 2025 പുതിയ സംഘർഷത്തിൽ 32 പേരാണ് 3 ദിവസത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോയാൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉടലെടുക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഇനിയും മരണക്കണക്ക് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വിഷയത്തിൽ UN അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്ന് അടിയന്തര യോഗം ചേരും. ഇതിനിടയിൽ കംബോഡിയ വെടിനിർത്തൽ ഉടൻ നിർത്തണമെന്ന ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ നിലവിൽ തായ്ലൻഡ് അതിനൊരു പ്രതികരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ മുന്നോട്ട് തർക്കമുണ്ടാകുമോ എന്ന് നോക്കിയിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സംഘർഷ മേഖലയിൽ ഒരുപാട് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ഇനി സംഘർഷം മുന്നോട്ട് പോയാൽ കുട്ടികളുടെ ഉൾപ്പെടെയുള്ള മുൻപോട്ടുള്ള ജീവിതത്തെ ഉൾപ്പെടെ ബാധിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ ഭാവിയുടെ ജീവിതത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നുള്ളതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ 10,000-കണക്കിന് ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് UN സുരക്ഷാ കൗൺസിലും യോഗം ചേർന്ന സാഹചര്യത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും നടപടിക്രമങ്ങളെന്ന് യോഗത്തിന് ശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. സേതു. ഓക്കെ ആതിര.